Good morning to all. Today I am going to teach demand curve for normal, inferior and defense goods. The shape of a demand curve depends on the nature of the goods. Goods may be normal, inferior and defense goods. First we start with demand curve for normal goods. In case of normal goods, there exists an inverse relationship between price and quantity demanded. That means when the price increases, demand decreases. When the price decreases, demand increases. That is why the demand curve slope downward from left to right. Because of this inverse relationship, the demand curve for normal goods slope downward from left to right. ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാം OP1 ലെവലിൽ, അതായത് പ്രൈസ് കൂടുതലുണ്ടായിരുന്ന സമയത്ത് ഇത്രയും ഡിമാൻഡ് ഗുഡ്സിന് ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഡിക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് കൂടി. അതാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടിയിരിക്കുമ്പോൾ ഡിമാൻഡ് കുറയും. ഇതാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. നോർമൽ ഗുഡ്സിൻ്റെ കേസിലുള്ള ഡയഗ്രം ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ചേഞ്ച് ഇൻ ഡിമാൻഡ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഡിമാൻഡ് കർവ് ഫോർ നോർമൽ ഗുഡ്സ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ്. ഇത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്, വെൻ ദ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്. To be more clearly, demand curve for normal goods slope downward from left to right. This is the demand curve. This demand curve slope downward from left to right. This is the demand curve for normal goods. This normal goods curve shows the inverse relationship between price and quantity demanded. Next, demand curve for inferior goods. In case of inferior goods, when the demand decreases, income increases. When the demand increases, income decreases. When the price falls, demand for inferior goods increases as a result of price effect. Price effect കാരണം പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. However, it increases only to the lesser extent than that of any normal goods. നമ്മൾ നോർമൽ ഗുഡ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണെന്ന്. ഈ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലും ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പക്ഷേ നമ്മൾ നേരത്തെ കാണിച്ച ഡയഗ്രത്തിൽ പ്രൈസ് കുറഞ്ഞു കഴിയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ നല്ല ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസിൽ വരുന്ന ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചെറിയ വേരിയേഷനേ വരുത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ പ്രൈസ് ഡിക്രീസ് ചെയ്തു, ഇവിടെയായിരുന്ന പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വന്നു. അതായത് ഇത് ഓപ്പോസിറ്റ് റിലേഷനാണ്. എന്നാലും ഈ ചേഞ്ച് വന്നേക്കുന്നത് ഈ ലെസ്സർ എമൗണ്ട് ഉള്ളൂ. നേരത്തെ നമ്മൾ നോർമൽ ഗുഡ്സിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇതാണ് നോർമൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കർവ്. ഈ നോർമൽ ഗുഡ്സിൻ്റെ പ്രൈസിൽ വന്ന വേരിയേഷൻ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയൊരു രീതിയിൽ തന്നെ ചേഞ്ച് വരുത്തുന്നുണ്ട്. പക്ഷേ ഇൻ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സിൽ പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ ക്വാണ്ടിറ്റിയിലും ചേഞ്ച് വരും. പക്ഷേ ആ ചേഞ്ച് ചെറിയ രീതിയിൽ, സ്മോൾ ചേഞ്ച് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെയും ഡിമാൻഡ് കർവിന് ഇൻവേഴ്സ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൽ സ്മോൾ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് നോക്കാം. വെൻ ദ പ്രൈസ് ഫാൾസ്, ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് ഇൻക്രീസസ്. പ്രൈസ് കൂടുന്നതനുസരിച്ച് പ്രൈസ് കുറയുന്നതനുസരിച്ച് ഡിമാൻഡ് കൂടുന്ന തന്നെയുണ്ട്. അതായത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. However, it increases only to the less extent. നമ്മളിവിടെ പറഞ്ഞില്ലേ, നമ്മൾ കൂടുണ്ട്. പക്ഷേ ആ നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ലാർജ് വേരിയേഷൻ വരുന്നില്ല, സ്മോൾ വേരിയേഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓൺലി ടു ദി ലെസ്സർ എക്സ്റ്റെൻറ്റ് ദാൻ ദാറ്റ് ഓഫ് നോർമൽ ഗുഡ്സ്. ഹെൻസ് ഡിമാൻഡ് കർവ് വിൽ ബി സ്ലീപ്പ്. കണ്ട, ഡിമാൻഡ് കർവ് നേരത്തെ ഡിമാൻഡ് കർവ് ഇത്തിരി ഫ്ലാറ്റ് ആയിരുന്നു. പക്ഷേ ഇത് സ്ലീപ്പാണ്. കണ്ട,
അതായത് ചെറിയ പ്രൈസിൽ വരുന്ന വേരിയേഷൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ്, ചെറിയ രീതിയിലാണ് ക്വാണ്ടിറ്റീനെ അഫക്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈ ഡിമാൻഡ് കർവ് സ്ലീപ്പായിട്ട് വന്നേക്കുന്നത്. ഹെൻസ് ഡിമാൻഡ് കർവ് വിൽ ബി സ്റ്റീപ്പ്. In case of inferior goods also, there is an inverse relationship between price and demand. That is, demand curve for inferior goods has a negative slope. നമ്മൾ നേരത്തെ നോർമൽ ഗുഡ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇൻഫീരിയർ ഗുഡ്സിനും നെഗറ്റീവ് സ്ലോപ്പ് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ എന്താണ് നോർമൽ ഗുഡ്സ് ഇൻഫീരിയർ ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഇൻഫീരിയർ ഗുഡ്സിന് പ്രൈസിൽ വരുന്ന വേരിയേഷൻ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കാര്യമായ രീതിയിൽ ചേഞ്ച് വരുത്തുന്നില്ല. നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസിൽ വരുന്ന ചെറിയ വേരിയേഷൻ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് ഡിമാൻഡ് കർവ് ഒരു ഫ്ലാറ്റ് ആയിരിക്കും. ഇതിൽ ഡിമാൻഡ് കർവ് സ്റ്റീപ്പ് ഫോം, അതായത് സ്റ്റീപ്പായിട്ട് ഈ ഒരു ഷേപ്പാണ് വരാം. മറ്റേ നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ഇത് ഫ്ലാറ്റാണ്, മറ്റേത് സ്റ്റീപ്പ്. അപ്പോൾ നമ്മുടെ നോർമൽ ഗുഡ്സിനും അതുപോലെ തന്നെ ഇൻഫീരിയർ ഗുഡ്സിനും ഷോസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദാറ്റ് മീൻസ് വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്, വെൻ ദ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്. നെക്സ്റ്റ്, ഡിമാൻഡ് കർവ് ഫോർ ജിഫൻ ഗുഡ്സ്. ജിഫൻ ഗുഡ്സ് ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഒരു എക്സംഷനാണ്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പഠിച്ച നോർമൽ ഗുഡ്സും അതുപോലെ തന്നെ ഇൻഫീരിയർ ഗുഡ്സും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് ജിഫൻസ് ഗുഡ്സ് ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ price and quantity demanded. That means when the price increases, demand increases. When the price decreases, demand decreases. There exists a positive relationship between price and quantity demanded. In case of Giffen's goods, the demand curve is പോസിറ്റീവ്ലി സ്ലോപ്ഡ്. നമ്മൾ നേരത്തെ പഠിച്ച കേസുകളിലെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പായിരുന്നു അല്ലേ ഡിമാൻഡ് കർവ്. ഇവിടെ പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇത് ഈ ഷേപ്പ് വന്നേക്കണത്. നമ്മൾ നേരത്തെ പഠിച്ച നോർമലിൻ്റെ ഇൻഫീരിയറിൻ്റെയും നെഗറ്റീവ് ആയിരുന്നു റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡയഗ്രം ഇങ്ങനെ വന്നിരുന്നത്. ജിഫൻ ഗുഡ്സിൻ്റെ ഡയഗ്രാം പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്, ഇൻവേഴ്സാണ്. അതായത് നോർമൽ ഗുഡ്സിൻ്റെയും ഇൻഫീരിയർ ഗുഡ്സിൻ്റെയും ഓപ്പോസിറ്റ് ഡയഗ്രായിട്ടാണ് ജിഫൻ ഗുഡ്സ് വന്നേക്കുന്നത്. ഈ ജിഫൻ ഗുഡ്സ് ജിഫൻ പാരഡോക്സ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇൻ ദിസ് ഡയഗ്രാം വൈ ആക്സിസ് റെപ്രസെൻറ്റ് പ്രൈസ് ആൻഡ് എക്സ് ആക്സിസ് റെപ്രസെൻറ്റ് ഡിമാൻഡ്. DD is demand curve. This demand curve positively sloped. This demand curve is positively sloped. When the price falls, demand for Giffen goods decreases as a result of price effect. ആ ഒരു പോസിറ്റീവ് റിലേഷൻ വരുന്നത് പ്രൈസ് ഇഫക്റ്റ് കാരണമാണ്. ദസ് ഇൻ ദ കേസ് ഓഫ് ജിഫൻസ് ഗുഡ്സ് ലോ ഓഫ് ഡിമാൻഡ് ഡസ് നോട്ട് ഹോൾഡ് ഗുഡ്സ്. ഇത് ലോ ഓഫ് ഡിമാൻഡിന് എക്സംഷനാണ്. ഏത് ജിഫൻസ് ഗുഡ്സ്. ഹിയർ ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ചേഞ്ച് ഇൻ ഡിമാൻഡ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇൻ അതർ വേർഡ്സ് ദ ഡിമാൻഡ് കർവ് ഫോർ ജിഫൻ ഗുഡ്സ് ഈസ് പോസിറ്റീവ്ലി സ്ലോപ്ഡ്. ഇത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. അതായത് when the price increases, demand increases. When the price decreases, demand decreases. There exists a positive relationship between price and quantity demanded. When the three goods, അതായത് normal, inferior and Giffen's goods, when we plot in a single diagram, in the above graph we can see that the initial price level the OP OQ ആണ്. ഇനീഷ്യൽ പ്രൈസ് ലെവൽ ഇതാണ് ഇനീഷ്യൽ പ്രൈസ് ലെവൽ. OPയും OQയും ആണ് ഇനീഷ്യൽ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവൽ അതായത് ഇപ്പോൾ പ്രൈസ് ഡിക്രീസ് ചെയ്യാണ്. പ്രൈസ് പിയിൽ നിന്ന് P1 ആക്കുമ്പോൾ നമുക്കറിയാം ഇൻ കേസ് ഓഫ് നോർമൽ ഗുഡ്സിന് എന്തുണ്ടാവുക, നല്ല വേരിയേഷൻ വരും. പ്രൈസ് കുറയുന്നതനുസരിച്ച് വേരിയേഷൻ കൂടുതലായിരിക്കും. അതാണ് ഈ Q1 എഴുതിക്കുന്നത്.
നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ വേരിയേഷൻ കൂടുതലായിരിക്കും. പി എന്നുള്ളത് P1 ആയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q എന്നുള്ളത് Q1 ആയിട്ട് മാറി. ഏത് ഇൻ കേസ് ഓഫ് നോർമൽ ഗുഡ്സ്. നമ്മൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു വേരിയേഷൻ നോർമൽ ഗുഡ്സിനേക്കാളും കുറവായിരിക്കുന്നു ഇല്ലേ. അപ്പം നോക്കി ഇവിടെ P1 Q1 ആയിരുന്നത് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസ് വന്നപ്പോൾ ചെറിയൊരു വേരിയേഷനെ വന്നിട്ടുള്ളൂ ക്വാണ്ടിറ്റി ഡിമാൻഡിന്. കണ്ട ഇത്രയും പ്രൈസ് ആയിരുന്നപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q ആയിരുന്നു. പിന്നെ ചെറിയൊരു വേരിയേഷൻ, അതായത് പിയിൽ നിന്ന് P1ലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു വേരിയേഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഈ നോർമൽ കർവിൻ്റെ അത്രയും വേരിയേഷൻ ഏതിൽ വരില്ല, ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ വരില്ല. ഇനി നമ്മൾ ഈ പ്രൈസിൽ വരുന്ന വേരിയേഷൻ ഡിഫൻസ് ഗുഡ്സിനെ എങ്ങനെ ബാധിക്കാൻ നോക്കണേ. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് റിലേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ DD കർവ് എന്ന് പറയുമ്പോൾ DD ഡിഫൻസ് കർവ് ഇതായിട്ടാണ് വരുന്നത്. പോസിറ്റീവ് റിലേഷനാണ് അത് കാണിക്കുന്നത് ഡിഫൻസ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ മൂന്നും അതായത് നോർമൽ ഗുഡ്സിൻ്റെ കേസും ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസും ഡിഫൻസ് ഗുഡ്സിൻ്റെ കേസും ഒരുമിച്ച് ഈ ഡയഗ്രത്തിലാക്കിയേക്കാണ്. നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസിൽ വരുന്ന വേരിയേഷൻ, അതായത് P എന്നുള്ളത് P1 ആക്കുമ്പോൾ നല്ലൊരു റേറ്റിൽ പിയിൽ നിന്ന് P1 ആക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട്. നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസിൽ Pന്ന് P1 ആക്കുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുള്ളൂ. ഇതുപോലെ വലിയൊരു ചേഞ്ച് വരുന്നില്ല, സ്മോൾ ചേഞ്ച് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഡിഫൻ ഗുഡ്സിൻ്റെ കേസിൽ പോസിറ്റീവ് റിലേഷനാണ്. അതാണ് ഇവിടെ ഈ ഡയഗ്രം കാണിച്ചേക്കണേ. അങ്ങനെ 3 ഗ്രാഫും കൂടിയും ഒരുമിച്ച് ഈ ഡയഗ്രത്തിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണം. നെക്സ്റ്റ് വി മൂവ് ടു ദി ഹിക്സിയൻ ഡീകമ്പോസിഷൻ ഓഫ് പ്രൈസ് ഇഫക്റ്റ് ഇൻടു ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അതായത് ഹിക്സൺ പ്രൈസ് ഇഫക്റ്റിനെ രണ്ടായിട്ട് ഡീകമ്പോസ് ചെയ്തേക്കാണ്, ഇൻകം ഇഫക്റ്റ് എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും. എന്താണ് ഹിക്സിയൻ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ആസ് പ്രൈസ് ഫാൾസ് ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ് ഇൻക്രീസസ് ആസ് എ റിസൾട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. വെൻ ദ പ്രൈസ് ഫാൾസ് റിയൽ ഇൻകം ഇൻക്രീസസ്. എങ്ങനെയാണ് പ്രൈസ് കൂടുമ്പോൾ റിയൽ ഇൻകം ഇൻക്രീസ് എന്ന് പറയുന്നത്? അതായത് പ്രൈസ് കുറയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് പവർ കൂടുതലായിരിക്കും. കൂടുതൽ എമൗണ്ട് അവർക്ക് സ്പെൻഡ് ചെയ്യണ്ടല്ലോ, അപ്പോൾ കൂടുതൽ പർച്ചേസിങ് മണി അവരുടെ കയ്യിലുണ്ടാവും. അതാണ് ഈ റിയൽ ഇൻകം എന്നൊന്ന് ഉദ്ദേശിക്കുന്നത്. ആസ് എ റിസൾട്ട് ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ് ഇൻക്രീസസ്. അപ്പോൾ എന്തുണ്ടാവും? നോർമൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് ഡ്യൂ ടു ഇൻകം ഇഫക്റ്റ്. Thus, as price falls, demand for normal goods increase as a result of both substitution effect and income effect. Substitution effect കൊണ്ടും ഇൻകം ഇഫക്റ്റ് കൊണ്ടും പ്രൈസ് ഫാൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രൈസ് ഫാൾസ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് ഇൻകം ഇഫക്റ്റ്. അങ്ങനെ ഹിക്സൺ പ്രൈസ് ഇഫക്റ്റിനെ രണ്ടായിട്ട് ഡീകമ്പോസ് ചെയ്തേക്കാണ്, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നും ഇൻകം ഇഫക്റ്റ് എന്നും. അപ്പോൾ പ്രൈസ് ഇഫക്റ്റ് എന്തുകൊണ്ടൊക്കെ വരും എന്ന് പറയുന്നത്? പ്രൈസ് ഇഫക്റ്റ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പ്ലസ് ഇൻകം ഇഫക്റ്റ്. ദാറ്റ് ഈസ് ഹിക്സിയൻ ഡീകമ്പോസിഷൻ ഓഫ് പ്രൈസ് ഇഫക്റ്റ് ഇൻടു ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റ് അതായത് ദാറ്റ് മീൻസ് PE ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പ്ലസ് ഇൻകം ഇഫക്റ്റ്. ഒന്നും കൂടി നമ്മൾ ഡിമാൻഡ് കർവ് ഫോർ നോർമൽ, ഇൻഫീരിയർ ആൻഡ് ഡിഫൻസ് ഗുഡ്സ് പറയാണ്. ഇൻ കേസ് ഓഫ് നോർമൽ ഗുഡ്സ് ദർ എക്സിസ്റ്റ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദാറ്റ് മീൻസ് വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്, വെൻ ദ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്. ഇൻ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് ഓൾസോ ദ സെയിം റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. പക്ഷേ പ്രൈസിൽ വരുന്ന വേരിയേഷൻ ഇപ്പോൾ നോർമൽ ഗുഡ്സിൽ ഇത്രയും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫീരിയർ ഗുഡ്സിൽ സ്മോൾ വേരിയേഷൻ മാത്രമേ സംഭവിക്കുള്ളൂ. അതാണ് നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ്.
ജിഫൻ ഗുഡ്സ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നമുക്കറിയാലോ. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കൂടും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ലോ ഓഫ് ഡിമാൻഡ്. അതിൻ്റെ ഒരു എക്സംഷനാണ് ഇത് ജിഫൻ ഗുഡ്സ്. ദാറ്റ് മീൻസ് വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഓൾസോ ഇൻക്രീസസ്, വെൻ ദ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഓൾസോ ഡിക്രീസസ്. ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് exist between price and quantity demand in case of Giffen goods. നമുക്ക് കാണാം ഈ ഡയഗ്രത്തിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പാണ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ കേസ് ഓഫ് നോർമൽ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ഇവിടെ ഒരു സ്റ്റീപ്പാണ് നടക്കുന്നത്. ഈ ഡിമാൻഡിൽ കാര്യമായ വേരിയേഷൻ വരാത്ത കാരണം ഇത് ഫ്ലാറ്റ് ആയിട്ടല്ല, ഇതൊരു സ്റ്റീപ്പായിട്ടാണ് നിൽക്കുന്നത് ഈ കർവ്. ജിഫൻസ് ഗുഡ്സിൽ വരുമ്പോൾ ഇത് പോസിറ്റീവ് റിലേഷനാണ് കാണിക്കുന്നത്. നോർമലും ഇൻഫീരിയറിലും നെഗറ്റീവ് റിലേഷനാണ് കാണിച്ചിരുന്നത്, ഇവിടെ പോസിറ്റീവ് റിലേഷനാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വി മൂവ് ടു ദി മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാനായിട്ട് 3 മെത്തേഡ്സ്. ഫസ്റ്റ് പ്രപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്, ജിയോമെട്രിക് ഓർ പോയിൻ്റ് മെത്തേഡ്, ആർക്ക് മെത്തേഡ്. First is percentage method. Under this method, the elasticity of demand is measured by the ratio between proportionate or percentage change in quantity demanded and proportionate or percentage change in price. That is, elasticity of demand equal to proportionate change in quantity demanded divided by proportionate change in price. Proportionate change in quantity demanded divided by proportionate change in price. That is delta Q divided by delta P into P1 divided by Q1. P1 Q1ഉം ഇനീഷ്യൽ പ്രൈസും ഇനീഷ്യൽ ക്വാണ്ടിറ്റിയാണ്. ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ച്. ഈ ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ചിനെയാണ്. ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ പ്രൈസിൽ വരുന്ന ചേഞ്ച്. അപ്പം നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 ഡിവൈഡഡ് ബൈ Q1. നമുക്കൊരു പ്രോബ്ലം നോക്കാം. കൺസിഡർ ഡിമാൻഡ് ഫോർ എ ഗുഡ്സ്. പ്രൈസ് ഡിമാൻഡഡ് ഫോർ ദ ഗുഡ് ഈസ് 25 യൂണിറ്റ്സ്. സപ്പോസ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഇൻക്രീസസ് ടു ₹5 ആൻഡ് ആസ് എ റിസൾട്ട് ദ demand fall to 20 units. Calculate price elasticity. ഇവിടെ കണക്ക് പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്നത് ആദ്യം പ്രൈസ് 4 ആയിരുന്നു, 4 എന്നുള്ളത് പിന്നെ 5 ആയി. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ 1 ആയിട്ടാണ് വരാം. പിന്നെ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 യൂണിറ്റ് എന്നുള്ളത് എന്തായി 20 യൂണിറ്റ്സ് ആയി. അപ്പോൾ കുറഞ്ഞൊക്കെയാണ്, അപ്പം -5. അപ്പോൾ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആയിരുന്നു, അപ്പോൾ ഡിമാൻഡ് ഉണ്ടായിരുന്നത് 25 യൂണിറ്റ്സ് ആണ്. അപ്പം നമ്മുടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് -5ഉം ഡെൽറ്റ പി എന്ന് പറയുന്നത് 1ഉം അതുപോലെ തന്നെ P1 അതായത് ഇനീഷ്യൽ പ്രൈസ് നമ്മൾ പറഞ്ഞു 4 യൂണിറ്റ് ആയിരുന്നു, പിന്നെയാണ് അത് എന്തായത് 5 യൂണിറ്റ് ആയത്. കൂടിക്കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, അതായത് 25 യൂണിറ്റ്സ് എന്നുള്ളത് എന്തായി 20 യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റും പിന്നെ ക്വാണ്ടിറ്റി 25 ആയിരുന്നു. ഈ 4 എന്നുള്ളത് എന്താക്കി 5 ആക്കി. അപ്പോൾ പ്രൈസിൽ വരുന്ന വേരിയേഷൻ 1 ആണ്. അതുപോലെ 25 എന്നുള്ളത് 20 ആയിട്ട് കൺവേർട്ടായി പ്രൈസ് കൂടിയപ്പോൾ. അപ്പോൾ -5 ആണ് ചേഞ്ച് വന്നേക്കുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ 25 എന്നുള്ളത് 20 ആയിട്ട് മാറി. അപ്പോൾ -5. അപ്പോൾ -5 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ നമുക്ക് -0.8 ആണ് കിട്ടുക. അതായത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1. 1നേക്കാളും കുറവാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, കാരണം ഇത് നെഗറ്റീവ് ഫിഗറാണ്. അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ പെർസെൻറ്റേജ് മെത്തേഡ് അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ദാറ്റ് മീൻസ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 ഡിവൈഡഡ് ബൈ Q1. നെക്സ്റ്റ് ജിയോമെട്രിക് മെത്തേഡ്.
ജോമെട്രിക് മെത്തേഡിൽ ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലോവർ സെക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ്. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ജോമെട്രിക് മെത്തേഡ് അനുസരിച്ച് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം നിങ്ങളിവിടെ നോക്കിയേ ED അറ്റ് P1 കാണാനായിട്ട് ഇവിടെ അപ്പർ പൊസിഷൻ ഏതാ? ആദ്യം ലോവർ പോർഷൻ അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ P1B കണ്ട അപ്പർ പോർഷൻ. ഇനി P1 ഇത് അപ്പർ ലോവർ സെക്ഷൻ, അതായത് P1 ആദ്യം നമ്മൾ പറയുന്നത് ലോവർ സെക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലോവർ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ED ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് P1 കാണുന്നത്. അതിൻ്റെ ലോവർ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പോർഷനായിട്ട് വരും. അപ്പർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ളത് P1A, ലോവർ എന്ന് പറയുമ്പോൾ P1B. അപ്പോൾ ലോവർ എന്ന് പറയുമ്പോൾ P1B, അപ്പോൾ P1B ഡിവൈഡഡ് ബൈ P1A. കണ്ട, ഇതാണ് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് P1 കാണുമ്പോൾ. ഇനി നമുക്ക് എയുടെ കാണാം. എയുടെ കാണുമ്പോൾ ലോവർ സെക്ഷൻ ഏതാണ്? ഇതല്ലേ ലോവർ സെക്ഷൻ. AB ഡിവൈഡഡ് ബൈ, ഇതിന് അപ്പർ സെക്ഷൻ ഇല്ല, അപ്പോൾ ഡിവൈഡഡ് ബൈ A. ഇനി P2 കാണുമ്പോഴോ ഇതിൻ്റെ ലോവർ സെക്ഷൻ ഏതാ? P2B അല്ലേ. ലോവർ എന്ന് പറയുമ്പോൾ താഴേക്കുള്ളത് P2B. അതിൻ്റെ അപ്പർ സെക്ഷനോ P2A. ക്ലിയർ ആയില്ലേ? അതായത് നമ്മൾ എടുക്കുന്ന പോയിൻ്റ് താഴെയുള്ളത് ലോവർ സെക്ഷനും മുകളിലുള്ളത് അപ്പർ സെക്ഷനുമായിട്ട് എഴുതാം. നെക്സ്റ്റ് മെത്തേഡാണ് ആർക്ക് മെത്തേഡ്. ആർക്ക് മെത്തേഡ്, ദ പോയിൻ്റ് മെത്തേഡ് ഈസ് അപ്ലിക്കബിൾ ഓൺലി വെൻ ദർ ആർ മൈന്യൂട്ട് ചേഞ്ചസ് ഇൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസിലും ഡിമാൻഡിലും മൈന്യൂട്ട് ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആർക്ക് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളൂ. ഈ ആർക്ക് മെത്തേഡിൻ്റെ പ്രോബ്ലം വേണ്ട, ഇതിൻ്റെ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പം മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയായിട്ട് എഴുതാം. അപ്പോൾ ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു P1 പ്ലസ് P2 ഡിവൈഡഡ് ബൈ Q1 പ്ലസ് Q2. ഡെൽറ്റ Q എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് ക്വാണ്ടിറ്റിയിൽ വരുന്ന വേരിയേഷനാണ് ഡെൽറ്റ Q. ഡെൽറ്റ P എന്ന് പറഞ്ഞാൽ പ്രൈസിൽ വരുന്ന വേരിയേഷൻ. പിന്നെ നമ്മൾ P1ഉം P2 കൂടിയും ആഡ് ചെയ്യണം, അതുപോലെ Q1 Q2 കൂടി ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ P1 മൈനസ് P2 ഇൻറ്റു P1 പ്ലസ് P2 ഡിവൈഡഡ് ബൈ Q1 പ്ലസ് Q2. Q1 നിന്ന് Q2 കുറയ്ക്കുക, അതുപോലെ P1 നിന്ന് P2 കുറയ്ക്കുക. ആ എമൗണ്ട് P1 പ്ലസ് P2 എന്നും അതുപോലെ Q1 പ്ലസ് Q2 കൂടെ ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് ഈ രണ്ട് ഫോർമുലയിൽ ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ കേസ് നമ്മൾ എടുക്കുന്നത് മൈന്യൂട്ട് ചേഞ്ചസ്, പ്രൈസും ഡിമാൻഡിലും വരുന്ന മൈന്യൂട്ട് ചേഞ്ചസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 3 മെത്തേഡ്സാണ് പഠിച്ചത്. ഫസ്റ്റ് പ്രപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. പ്രപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡിൽ ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത് പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു P1 ഡിവൈഡഡ് ബൈ Q1. നെക്സ്റ്റ് ജോമെട്രിക് ഓർ പോയിൻ്റ് മെത്തേഡ്. ജോമെട്രിക് ഓർ പോയിൻ്റ് മെത്തേഡിൽ ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ട് ലോവർ സെക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ്. ഇൻ കേസ് ഓഫ് ആർക്ക് മെത്തേഡ്, ഇലാസ്റ്റി ഓഫ് ഡിമാൻഡ്, the point method is applicable only when there are minute changes in price and demand. The elasticity of demand is calculated by delta Q divided by delta P into P1 plus P2 divided by Q1 plus Q2, or Q1 minus Q2 divided by P1 minus P2 into P1 plus P2 divided by Q1 plus Q2. നമ്മളിന്ന് പഠിച്ചത് ഇൻഫീരിയർ ഗുഡ്സ്, ഡിഫൻസ് ഗുഡ്സ്, നോർമൽ ഗുഡ്സ്. In case of normal and inferior goods, there exists an inverse relationship between price and quantity demanded. That means when the price increases, demand decreases. When the price decreases, demand increases. In case of Giffen goods is exemption to the law of demand. That means when the price increases, demand also increases. When the price decreases, demand also decreases. And there is 3 methods. We studied 3 methods for calculating
പ്രൈസ് ഇലാസ്റ്റിക് മെത്തേഡ്. ഫസ്റ്റ് ഈസ് പെർസെൻറ്റേജ് മെത്തേഡ്, സെക്കൻഡ് പോയിന്റ് മെത്തേഡ്, തേർഡ് ആർക്ക് മെത്തേഡ്. ഇന്നത്തെ പോർഷൻ തീർന്നു. ഓക്കെ, താങ്ക് യു.